16 ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ബദർ യുദ്ധം റമളാൻ 17-നാണ് നടന്നത്. ആ ബദർ യുദ്ധത്തിൽ പങ്കാളികളായ മഹാന്മാരായ സഹാബിമാരുടെയും മാലാകമാരുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ ഐശ്വര്യവും നമുക്ക് നൽകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. റസൂലുള്ള പങ്കെടുത്ത യുദ്ധം 27 റസൂലുള്ള പങ്കെടുക്കാതെ സഹാബിമാരെ മാത്രം മുത്ത് റസൂൽ അയച്ചത് 47. 27 യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ യുദ്ധത്തിന് വേണ്ടി പോയെങ്കിലും രണാങ്കളത്തിലെത്തിയതോടുകൂടെ റസൂലുള്ള പരമാവധി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ശത്രുക്കളെ പ്രേരിപ്പിക്കും. ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ആക്രമിക്കണമെന്നോ തകർക്കണമെന്നോ ഒരു താല്പര്യവുമില്ല. ഞങ്ങളെ ദീനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പിന്തിരിഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ള പറയും. അങ്ങനെ ചില യുദ്ധങ്ങളൊക്കെ രണാങ്കളത്തിൽ വെച്ച് യുദ്ധം നടക്കാതെ ഉണ്ടായിട്ടുണ്ട്. 8 യുദ്ധങ്ങൾ മാത്രമേ ശരിക്കും നടന്നിട്ടുള്ളൂ. 27 യുദ്ധത്തിന് റസൂലുള്ള പുറപ്പെട്ടെങ്കിലും 8 യുദ്ധങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. 47 യുദ്ധങ്ങൾ റസൂലുള്ള പങ്കെടുക്കാതെ സഹാബിമാര് മാത്രം പങ്കെടുത്ത് നടന്നിട്ടുണ്ട്. ഇതിലാകപ്പാടെ മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് 1018 ആളുകൾ മാത്രമാണ്. ഇവിടെ 1-ാം ലോകമഹായുദ്ധം നടന്നു, 2-ാം ലോകമഹായുദ്ധം നടന്നു. ഈ അമേരിക്കയുടെയും ജൂതന്മാരുടെയും ഒക്കെ ഇസ്രായേലിന്റെയും ഒത്താശയോടുകൂടെ ഫലസ്തീനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ആയിരങ്ങളാണ് പിഞ്ചു മക്കളടക്കം അതിൽ മരിച്ചു വീഴുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ നടന്ന യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും നടത്തിയ യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ശത്രുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ ആകെ കൊല്ലപ്പെട്ടത് 1018 പേരാണ്. 259 മുസ്ലിമീങ്ങളും 759 ശത്രുക്കളും അത്രേ ഉണ്ടായിട്ടുള്ളൂ. ബദർ യുദ്ധവും ഒരു യുദ്ധത്തിന്റെ സന്ദേശമല്ല നൽകുന്നത്. പിന്നെയോ ആ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം ഈമാന്റെ കരുത്തുവിന്റെ വിജയം, തഖ്വയുടെ വിജയം, തവക്കുലിന്റെ വിജയം, പ്രാർത്ഥനയുടെ വിജയം. അല്ലാതെ ആൾബലം കൊണ്ട് ആയുധബലം കൊണ്ട് ആരെയും പരാജയപ്പെടുത്താം അങ്ങനെ ഒരു സന്ദേശം ബദർ നൽകുന്നേ ഇല്ല. അങ്ങനെ ഒരു സന്ദേശമില്ല. ഈമാന്റെ കരുത്തിന്റെ വിജയമാണത്, തഖ്വയുടെ കരുത്തിന്റെ വിജയമാണത്, തവക്കുലിന്റെ വിജയമാണത്, പ്രാർത്ഥനയുടെ പ്രതിഫലനമാണത്. അല്ലാഹുവേ, ആ പാഠം ഉൾക്കൊണ്ട് നിന്നിൽ അലിഞ്ഞു ചേരാൻ നീ ഞങ്ങൾക്ക് വിധിയേകണേ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതായാലും പരമാവധി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റസൂലുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ നടക്കൂല എന്ന് കണ്ടപ്പോൾ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ യുദ്ധം ചെയ്ത് ഷഹീദായാൽ അതിന് ലഭ്യമാകുന്ന പ്രതിഫലത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തിയപ്പോ പിന്നെ സഹാബിമാരൊക്കെ വേറൊരു ലോകത്തേക്കാണ്ട് നീങ്ങാൻ. പിന്നെ അവരുടെ താല്പര്യം എത്രയാ! അല്ലാഹുവിന്റെ ഹബീബ് രണാങ്കളത്തിൽ സഹാബിമാരെ ഒരുമിച്ച് കൂട്ടി. ഇതാ യുദ്ധം അനിവാര്യമായി വന്നിരിക്കുകയാ. എന്താ നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ അവരൊന്നടങ്കം പറയുന്നുണ്ട്, നബിയേ, അങ്ങ് എന്താണോ പറയുന്നത് അതേ ഞങ്ങൾക്കും പറയാനുള്ളൂ. നിങ്ങളായിട്ട് പറയാ, ഞങ്ങൾ പിന്നാലുണ്ടാവും. ഞങ്ങൾക്ക് നബിയെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ താല്പര്യം മരിക്കാനാണ്. അല്ലാഹുവിന് വേണ്ടി മരിക്കാനാണ്, ഈ ദീനിന് വേണ്ടി മരിക്കാനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ താല്പര്യം. എന്നാൽ ഫഖൂമു ഇലൽ ജന്ന, സ്വർഗത്തിലേക്കായി ഒരുങ്ങിക്കൊള്ളുക, എഴുന്നേൽക്കുക. അർളുഹസ്സമാവാതു വൽ അർള്, ഈ യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആകാശഭൂമികൾ പോലെ വിശാലമായ സ്വർഗമാണ്.
ഇതങ്ങ് കേൾക്കേണ്ട താമസം സഹാബികൾ ആവേശഭരിതരാവുകയാണ്. ഖാമ ഉമൈർ ഇബ്നുൽ ഹുമാമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാമുൽ അൻസാരി റളിയല്ലാഹു അൻഹു വേഗം റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല നബിയേ, ജന്നത്തുൻ അർളുഹസ് സമവാതു വൽ അർദ്. എന്താ പറഞ്ഞത്? ആകാശഭൂമികൾ പോലെ വിശാലമായ സ്വർഗം കിട്ടുന്നു. അതെ അതെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആകാശഭൂമികളല്ലേ നിങ്ങൾക്കറിയോ, അതുപോലെ വിശാലമായ സ്വർഗമാ ഈ യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി, ബഹിൻ ബഹിൻ. അപ്പൊ റസൂൽ ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഹിൻ ബഹിൻ. എന്താ ബഹിൻ ബഹിൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ ചില സന്തോഷ വാർത്ത കേൾക്കുമ്പോ ഹൈ വാ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശരിയുണ്ടല്ലോ, ഹൈ വാ, ആ സന്തോഷത്തിന്റെ ഒരു പ്രകടനം. മുത്ത് റസൂൽ ചോദിച്ചു, എന്താ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത്? ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅൻ നകൂന മിൻ അഹ്ലിഹാ. കൊതിയുണ്ടാണ് നബിയേ, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം നബിയേ. ഈ ദുനിയാവിനോട് മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു നബിയേ. ഉടനെ ഫഖാല ഇന്നക മിൻ അഹ്ലിഹാ. നബി പറഞ്ഞു, ഇന്നക മിൻ അഹ്ലിഹാ. നീ മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് ഈ ബദ്ർ പറയുമ്പോഴും ഉറക്കം വരുന്നുണ്ടോ? ബദ്ർ പറയുമ്പോഴും ഉറക്കം തൂങ്ങുന്നുണ്ടോ? ഇന്നക മിൻ അഹ്ലിഹാ, സംശയിക്കണ്ട, തീർച്ചയായും നീ ആ സ്വർഗക്കാരിൽ പെട്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗക്കാരൻ തന്നെയാണ്. ഇതും കൂടെ കേൾക്കേണ്ട താമസം. ഫഅഖറജ തംറാത്തിൻ മിൻ ഖർനിഹി. ഒരു തോൽപാത്രം ഉണ്ട് അദ്ദേഹത്തിന്. ആ തോൽപാത്ര ഫഅഖറജ തംറാത്തിൻ മിൻ ഖർനിഹി, ആ തോൽപാത്രത്തിൽ നിന്ന് കുറച്ച് കാരക്കട്ട് എടുത്തിട്ട് ഫജഅല യഅകുലു മിൻഹുന്ന, ഒരു ശക്തിയും ആവേശം കിട്ടാൻ വേണ്ടി അതിങ്ങനെ കഴിക്കാൻ തുടങ്ങി. അതിങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട് സുമ്മ ഖാല, എന്നിട്ടൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു, ലഇൻ ബഖീതു ഹയ്യിതു ഹത്താ ആകുല തംറാത്തി ഹാദിഹി ഇന്നഹാ ഹയാത്തുൻ തവീല. ഈ കാരക്ക മുഴുവനും തിന്നു തീർക്കുന്നവരെ ഈ ദുനിയാവിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതന്നെ ഇപ്പൊ ഒരു വലിയ ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ ദീർഘമായ ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ കാരക്കയുടെ തോൽപാത്രമാ സഞ്ചി അവിടെ ഇടുകയാണ്. സുമ്മകാത്തലവും ഹത്താ കുത്തില. അങ്ങനെ പോരാട്ടം തുടങ്ങുകയാണ്. ശത്രുക്കളോട് ശക്തമായി പോരാടുകയാണ്. ആ പോരാട്ടത്തിൽ ഷഹീദായി മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്തവരൊക്കെയും അങ്ങനെയായിരുന്നു. കണ്ടാൽ അവർ ദുർബലരാണ്, എന്നാൽ അവരുടെ ശക്തി ഒരാൾക്കും അന്നുണ്ടായിരുന്നില്ല. ഏതൊരു റമളാനിലാണോ ആദ്യമായി നോമ്പ് നിർബന്ധമാക്കിയത്, ആ കൊല്ലത്തിലാണ് ബദർ യുദ്ധവും ഉണ്ടായത്. കഴിഞ്ഞ കൊല്ലത്തെ റമളാനിൽ നോമ്പുണ്ടായിരുന്നില്ല. ആദ്യം ഹിജ്റ 2 നോമ്പ് നിർബന്ധമാക്കിയ ആ കൊല്ലം. നോമ്പ് 1 മുതൽ 16 വരെ സഹാബികൾ നോമ്പുകാരാണ്. എന്നാൽ നമ്മളെപ്പോലെ വയറ് നിറച്ച് അത്തായം കഴിച്ചിട്ടുള്ള നോമ്പാണോ? ആണോ? അല്ല, അങ്ങനല്ല. അവരുടെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുള്ള, അത്തായം കഴിച്ചുള്ള നോമ്പല്ല. പിന്നെയോ ലില്ല, അല്ലാഹ്ക്ക് വേണ്ടി ഉള്ളത് കഴിച്ച് നോമ്പെടുത്തവരാണ്. ഏതായാലും പടച്ചോനെ, ഈ സഹാബിമാര് ബദറിലെത്തി, ശത്രുക്കളും ബദറിലെത്തി. അവര് സർവായുധ വിഭൂഷിതരാ. അവരുടെ അടുക്കലുള്ള ഒട്ടകങ്ങൾ എത്രയാണ്, കുതിരകൾ എത്രയാണ്, പാട്ടുപാടി ആവേശം കൊള്ളിക്കാൻ എത്രയെത്ര തരുണീമണികളാണ്, പെണ്ണുങ്ങളാണ്. സേവനത്തിനായി എത്രയെത്ര ആളുകളാണ് കൂടെ. എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കുണ്ട്. മുഅ്മിനീങ്ങളോ, അവർ സത്യത്തിൽ യുദ്ധമെന്ന ലക്ഷ്യത്തിലല്ല ബദറിലേക്ക് തന്നെ പോയത്.
വിശദമായി പറയേണ്ടതാണ്, നമുക്ക് മജ്‌ലിസുന്നൂർ ചെല്ലാണ്ടല്ലോ, ദീർഘിപ്പിക്കണില്ല. അങ്ങനെ കേൾക്കണോ നിങ്ങൾക്ക്? ബദറിന്റെ രണാങ്കളത്തിലെത്തി ശത്രുക്കൾ ഈ മുസ്ലിമീങ്ങളെ കണ്ടപ്പോ ആ ശത്രുപക്ഷത്തുള്ള നേതാക്കന്മാരെ അനുയായികൾ വളഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് കഥ? ഈ ദുർബലരോട് യുദ്ധം ചെയ്യാനാണോ ഇത്രയും കോപ്പുകൂട്ടി നമ്മൾ? ഇങ്ങനെയൊന്നും ഒരുങ്ങേണ്ട ഒരു കാര്യം? നമ്മൾ ഇവരെ ആകെ ഒന്നിച്ച് എല്ലാ സന്നാഹത്തോടുകൂടെ നിൽക്കുന്നു എന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? അയ്യയ്യേ, ഇത്രയൊന്നും ത്യാഗം സഹിച്ച് ഇത്രയൊന്നും ഒരുക്കങ്ങൾ നടത്തി വരേണ്ടതില്ലായിരുന്നല്ലോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ നേതാക്കന്മാര് പറഞ്ഞു, ആരല്ല, ഏതായാലും നമുക്ക് പെട്ടെന്ന് കഥ കഴിച്ചാണ്ട് പോവാം, നമുക്ക് ഒഴുകണ്ട. ആയിക്കോട്ടെ, ഏതായാലും വന്നതല്ലേ, യുദ്ധം ചെയ്യാം. യുദ്ധമാരംഭിക്കുകയാണ്. സഹാബികൾ ഈറ്റപ്പുലികളെ പോലെയായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് സംഘവും ഏറ്റുമുട്ടുകയാണ്. ശത്രുക്കളുടെ തലകൾ തെറിക്കുകയാണ്. ശത്രുക്കൾ വാളുകൾ ഉപേക്ഷിച്ച് ഓടുകയാണ്. കുതിരകളെ ഉപേക്ഷിച്ച് ഓടുകയാണ്. നഫ്സി നഫ്സി എന്ന് വിളിച്ച് ഓടുകയാണ്. സഹാബിമാരുടെ മുദ്രാവാക്യം ഒന്ന് മാത്രമാണ്, ഹസ്ബുനല്ലാഹ് 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിമിഷ നേരം കൊണ്ട് കഥ കഴിഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ അള്ളാന്റെ റസൂല് ചെയ്തൊരു കാര്യമുണ്ട്. അള്ളാന്റെ റസൂല് ചെയ്തെന്താണെന്നറിയോ? പടച്ചോനെ, ഇന്ന് ബദറിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഹരീഷ്. അപ്പം അത് വളരെ പ്രൗഢമായി നിർമ്മിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ പോയാൽ ബദറിലേക്ക് ചെന്നാൽ മര്യാദക്ക് ആ അസ്ഹാബുൽ ബദറിനെ ഒന്ന് സിയാറത്ത് ചെയ്യാനോ അവിടുന്ന് അവരുടെ നാമങ്ങളൊന്ന് പാടി പറയാനോ ആ പള്ളി കയറി മുത്ത് റസൂല് ബദറിൽ സുജൂദിൽ കിടന്ന പള്ളിയിൽ നിന്ന് ഒന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കാനോ ഉള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ പള്ളി വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, സന്ദർശകർക്ക് തുറന്നു കൊടുക്കുന്നു. ആ മഹാന്മാരായ അസ്ഹാബുൽ ബദറിൽ ഷഹീദായവരെ സുഖമായി സിയാറത്ത് ചെയ്യാനുള്ള സംവിധാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. വല്ലാത്തൊരു ചരിത്രമാണ്. ആ സ്ഥലത്ത്, ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും മുത്തുനബിക്ക് എന്തേലും പറ്റിയോ എന്നുള്ള പേടിന്റെ കൽബിൽ ഇങ്ങനെ വരും. ഞാൻ ഓടി റസൂലുള്ളാഹിനെ ചെന്ന് നോക്കും. അപ്പൊക്കെ റസൂലുള്ളാഹിന്റെ പണി എന്താ? വകാന സാജിദാ, റസൂലുള്ള സുജൂദിലാണ്. റസൂലുള്ള വിളിച്ചു പറയുന്നത്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ലാ യസീദു അലാ ദാലിക വലാ യൻഖുസു. അതന്നെ, അതിന്റെ അപ്പുറമില്ല. സുജൂദിൽ കിടന്നിട്ട് യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവനെ, എല്ലാത്തിനെയും നിലനിർത്തുന്നവനെ സുജൂദിൽ കരഞ്ഞു വിളിച്ചു പറയാം. എന്നിട്ട് ഇവട്ട് എഴുന്നേറ്റു, കിബിലെ കണ്ട് മുന്നിട്ടിരുന്നു, കയ്യാണ്ട് ഉയർത്തിയിട്ട് ഒരു ദുആ, അല്ലാഹുവേ, ഈ സംഘം അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ലോകത്താരും ഉണ്ടാവില്ല. പഠിച്ചവനെ, അല്ലാഹുവേ, ഈ സംഘം പരാജയപ്പെട്ടാൽ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ സംഘം ഇവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ഒരു സാഹചര്യം ലോകത്തെ ഇല്ലാതെ വരും. പിന്നെ നിന്നെ ആരാധിക്കുന്ന ഒരു സംഗതി ഇവിടെ ഇല്ലാതെ വരും. അപ്പൊ ഇന്ന് നടക്കുന്ന ആരാധനക്ക് മുഴുവനും കാരണക്കാർ ആരാ? ബദരീങ്ങളാണ്. നമ്മളൊരു സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂലി ആർക്കുണ്ടാവും? ബദരീങ്ങൾക്കുണ്ടാവും. അവര് കാരണക്കാരാണ്. വിശദമായി പറയേണ്ടതാണ് റബ്ബേ, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബദരീങ്ങളുടെ പേരിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു ഒരു ഖബൂലിയത്ത് നമുക്ക് തരട്ടെ.
ആരും ഉറങ്ങാൻ നിൽക്കണ്ട, നല്ല ഉണർവിൽ നിന്നോളൂ. മജ്‌ലിസുന്നൂറിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇന്ന് ചെല്ലുമ്പോ അതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്.